ഉന്മേഷ് തീർച്ചയായിട്ടും ഇക്കാര്യത്തിലുള്ള പോലീസിന്റെ ഒരു പരിശോധന കാരണം ഈ ദേശീയപാത കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കാരണം ഉന്മേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ കഴക്കൂട്ടത്തു നിന്ന് കാര്യവട്ടം ഭാഗത്തേക്കോ അതിനുശേഷം ശ്രീകാര്യം തുടങ്ങിയ ഭാഗങ്ങളിലേക്കോ കുട്ടി എത്താനുള്ളൊരു സാധ്യതയാണ് പോലീസ് കാണുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭാഗങ്ങളിലെല്ലാമുള്ള ഒരു പരിശോധന നടക്കുന്നത്. ഇത് കൂടുതൽ കൃത്യമാകണമെങ്കിൽ കുറച്ചും കൂടി ഒരു കൃത്യമായി ഇത് അറിയണമെങ്കിൽ ഭാഗങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇവിടുത്തെ പൊതുപ്രവർത്തകർ, നാട്ടുകാർ എല്ലാം തന്നെ ഈ പരിശോധനയിൽ പങ്കുചേരുന്നു എന്നുള്ളതാണ്. പങ്കുചേർന്നിട്ടുണ്ട്. കാരണം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരും എല്ലാവരും തന്നെ ഈ ഒരു പരിശോധന നടക്കുന്നുണ്ട്. ഇവർ തന്നെ പലയിടത്തായി ഈ പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നു. പോലീസിനെ സഹായിക്കുന്നതിനും ഒപ്പം തന്നെ ഈ പോലീസിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ, കാരണം പലപ്പോഴും ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഉള്ളവരായിരിക്കില്ല, അവർക്ക് ചില സൂചനകൾ നൽകുന്നതിനൊക്കെ ഒപ്പം തന്നെ ഈ നാട്ടുകാരെല്ലാവരും തന്നെ ഇതിനൊപ്പമുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ച പോലെ ഈ കഴക്കൂട്ടം, അവിടെ നിന്ന് കാര്യവട്ടം ക്യാമ്പസിൻ്റെ ഭാഗം, അതിനുശേഷം ശ്രീകാര്യം തുടങ്ങി ഈ മേഖലകളിലെല്ലാം തന്നെ പോലീസ് പരിശോധന നടത്തുന്നു. ഇതിൽ പോലീസിനെ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്ന കുട്ടിക്ക് മലയാളം അറിയില്ല എന്നുള്ള ഒരു പ്രശ്നമാണ്. കാരണം 1 മാസം മുമ്പ് മാത്രമാണ് ഈ കുട്ടിയും കുടുംബവും എല്ലാം ഇവിടെ ചേർന്നത്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ഈ ഭാഗത്തേക്കുള്ള റൂട്ടുകൾ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റു വഴികൾ സംബന്ധിച്ചോ ഒന്നും തന്നെ ധാരണയില്ല. ഈ കുട്ടി അധികം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പ്രധാനപ്പെട്ട റോഡുകൾ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കാം കുട്ടി പോയിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വിശ്വസിക്കുന്നത്. അതനുസരിച്ചുള്ള പരിശോധനകളും ഒക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉന്മേഷ്, VA ഗിരീഷാണ് ഇപ്പോൾ തത്സമയം ചേർന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കഴക്കൂട്ടം മേഖലയിൽ ഇപ്പോൾ നടക്കുന്ന പോലീസ് തിരച്ചിലിൻ്റെ, പോലീസ് പരിശോധനയുടെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. 4 പോലീസ് ഉദ്യോഗസ്ഥർ ആ സംഘത്തിലുണ്ട്. കഴക്കൂട്ടത്ത് പോലീസ് സ്റ്റേഷന് സമീപത്തെ ഒരു കടയുടെ മുന്നിൽ കുട്ടി എത്തിയതായുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് ഇതിനോടകം ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് രാവിലെ 10:43 ദൃശ്യങ്ങളാണ്. അതിനുശേഷം അവിടെ നിന്ന് കുട്ടി എവിടേക്ക് പോയി എന്നത് അറിയേണ്ടതുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം. പോലീസ് സംഘം ഇപ്പോൾ അവിടുത്തെ പരിശോധന പൂർത്തിയാക്കി പോലീസ് ജീപ്പിന് അടുത്തേക്ക് എത്തുകയാണ്. അങ്ങനെ വിവിധ സംഘങ്ങളായി തിരഞ്ഞ് പോലീസിന്റെ പരിശോധന നടക്കുന്നു. പരിശോധനയുടെ വിവരങ്ങൾ അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിക്കുന്നുണ്ട്. നേരത്തെ സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ അവിടെ നേരിട്ട് എത്തിയിരുന്നു. DCP ഉണ്ടായിരുന്നു. ACP ഇപ്പോഴും ഈ പരിശോധനയുടെ ഭാഗമായി അവിടെയുണ്ട്. അങ്ങനെ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് പോലീസിന്റെ തിരച്ചിൽ, പോലീസിന്റെ പരിശോധന ഊർജിതമായി പുരോഗമിക്കുകയാണ്. നേരത്തെ പ്രേക്ഷകർക്ക് നൽകിയ വിവരം പോലെ തന്നെ അസമിലേക്ക് പുറപ്പെട്ടൊരു ട്രെയിനിൽ ആ കുട്ടിയുണ്ടോ എന്നുള്ള തരത്തിൽ സംശയങ്ങൾ ഉയർന്നിരുന്നു. ആ ട്രെയിനിൽ പരിശോധന നടത്തി. കോയമ്പത്തൂർ പിന്നിട്ട ആ ട്രെയിൻ ഇപ്പോൾ പോയിരിക്കുന്നു. ആ ട്രെയിനിലെ പരിശോധനയിൽ കുട്ടി ആ ട്രെയിനിൽ ഇല്ല എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും പോലീസ് തിരുവനന്തപുരം നഗരത്തിലേക്ക് തിരച്ചിൽ കേന്ദ്രീകരിക്കുകയാണ്, തിരച്ചിൽ വ്യാപിപ്പിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് പോലീസിന് ഇങ്ങനെ ഒരു പരാതി കിട്ടുന്നത്. അതിഥി തൊഴിലാളികളുടെ കുട്ടിയെ കാണാതായി എന്നുള്ള തരത്തിൽ ഒരു വിവരം കിട്ടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 4:30 FIR ഇട്ട് പോലീസിൻ്റെ അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. അങ്ങനെ പോലീസിൻ്റെ അന്വേഷണം ആരംഭിച്ചിട്ട് ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിടുന്നു. ഇപ്പോൾ ഹരികൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്താണ് ഹരികൃഷ്ണൻ ഉള്ളത്. ഹരികൃഷ്ണൻ, ഈ പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന്? ഉന്മേഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തല്ല. അവിടെ നിന്നും ഈ കഴക്കൂട്ടം ഭാഗത്ത് ഈ പരിശോധന നടക്കുന്ന ഇടത്താണ്. കഴക്കൂട്ടത്ത് ഈ വ്യാപകമായ പരിശോധന ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ പോലീസിന്റെ ഭാഗത്തു നിന്നും വ്യാപകമായ പരിശോധന നടക്കുകയാണ് ഈ കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്. ഈ മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഈ കുട്ടിയെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ലീഡും ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ചില സംശയങ്ങളൊക്കെ ഉണ്ട്, ചില ഊഹാപോഹങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. വ്യാപകമായ തിരച്ചിൽ എന്ന് തന്നെ പറയാം. ഈ വൈകിയ വേളയിലും അത്തരത്തിലൊരു തിരച്ചിലാണ് ഇപ്പോൾ നടത്തുന്നത്. ഈ കഴക്കൂട്ടത്ത് ഇപ്പോൾ ഇവിടെ ഒരു ആശുപത്രിയിലേക്ക് ഒരു തെരച്ചിൽ നടത്തുന്നുണ്ട്. അങ്ങനെ ഈ സാധ്യമായ ഇടങ്ങളിലെല്ലാം ഇത്തരത്തിലൊരു പരിശോധന ഈ പോലീസ് നടത്തുകയാണ് എന്നുള്ളതാണ്. എവിടെയെങ്കിലും കുട്ടിയെ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ് അവർ നോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ബസ് സ്റ്റാൻഡുകൾ, അതേപോലെ തന്നെ പൊതു ഇടങ്ങൾ, അങ്ങനെ റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങി CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്ന എല്ലാ ഇടങ്ങളും, അതുമാത്രവുമല്ല ഈ വരുന്ന വാഹനങ്ങൾ, ഈ കഴക്കൂട്ടം ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ, തിരുവനന്തപുരത്തേക്ക് പോകുന്ന വാഹനങ്ങൾ, അതേപോലെ കൊല്ലം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെയും പരിശോധിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നിന്നുകൊണ്ട് ഇത്തരത്തിൽ ഉള്ള
പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഒരു ഈ തരത്തിൽ ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു ചില ഊഹാപോഹങ്ങൾ മാത്രമാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് പോലും പറയുന്നത് എന്നുള്ളതാണ്. വ്യക്തമായ ഒരു സൂചന അത് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മളോട് നേരത്തെ പോലീസ് വൃത്തങ്ങളൊക്കെ പറയുന്നത് പോലെ തന്നെ ഈ പുലർച്ചയ്ക്ക് മുമ്പ് തന്നെ ഈ കുട്ടിയെ കണ്ടെത്താനാകുമെന്ന ഒരു പ്രതീക്ഷയിലാണ് ഈ പോലീസ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അത്തരത്തിലൊരു കണ്ടെത്തലിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ്, കുട്ടിയെ കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷാവഹമായ ഒരു കാര്യമാണ് ഇപ്പോൾ നമുക്കിവിടെ നിന്ന് പങ്കുവെക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഏതായാലും കഴക്കൂട്ടം ഭാഗത്ത് കഴക്കൂട്ടം AJ ഹോസ്പിറ്റലിലെ CCTV ക്യാമറകളാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അത്തരത്തിൽ ഈ നാട്ടുകാരൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ഒരു കുട്ടിയെ ഇവിടെ കണ്ടു എന്നുള്ള ഒരു ഊഹാപോഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പരിശോധനകൾ വ്യാപിപ്പിക്കുന്നത്. ഈ ഏരിയയിൽ, അതായത് ഈ കഴക്കൂട്ടം ജംഗ്ഷനിൽ തന്നെയുള്ളൊരു ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിലെ CCTV ക്യാമറകൾ അത് പരിശോധിച്ചുകൊണ്ട് ഇരിക്കുകയാണെന്നുള്ളതാണ്. ഇവിടുത്തെ നാട്ടുകാർ ചില ഈ കുട്ടിയോട് സാമ്യമുള്ള ചില ആളുകളെ കണ്ടു എന്നതിൻ്റെ സംശയത്തിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ ഭാഗത്ത് തന്നെ, അതായത് ഈ തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം എന്ന് വേണം പറയാൻ. തിരുവനന്തപുരത്ത് പലയിടങ്ങളിലായി അന്വേഷണം വ്യാപിക്കുന്നുണ്ട്, വ്യാപകമായ തെരച്ചിൽ നടക്കുന്നുണ്ട്. സാധ്യമായ ഇടങ്ങളിലെല്ലാം ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നുണ്ട്. പല ആളുകളോട് ചോദിക്കുന്നുണ്ട്, ഫോട്ടോ കാണിച്ച് ഈ കുട്ടിയെ കണ്ടവരുണ്ടോ എന്നുള്ള തരത്തിലൊക്കെ ചോദിക്കുന്നുണ്ട്. അത്തരത്തിൽ തിരിച്ചറിയാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൂചന കിട്ടുമോ എന്ന തരത്തിലുള്ള പറക്കമച്ചിലാണ് പോലീസ് എന്ന് വേണം പറയാൻ. ആ തരത്തിൽ ഈ പുലർച്ചയ്ക്ക് മുമ്പ് എന്തെങ്കിലും ഒരു ലീഡ് അത് ലഭിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്ന ആശാവഹമായ ഒരു കാര്യം, അല്ലെങ്കിൽ പ്രതീക്ഷയുള്ള ഒരു കാര്യം. അത് ലഭിക്കുമെന്ന് തന്നെയാണ് ഈ പോലീസിന്റെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്ന കാര്യം. ഇത്രയും നേരം നടത്തിയ തിരച്ചിൽ നിന്ന്, അല്ലെങ്കിൽ CCTV ദൃശ്യങ്ങൾ, ഈ കഴക്കൂട്ടം ഭാഗത്തു നിന്നൊക്കെ നടത്തിയ CCTV ദൃശ്യങ്ങളിൽ നിന്നും ഈ തരത്തിൽ, അതായത് ഈ രാത്രിക്ക് ശേഷം നമുക്ക് അവസാനം ലഭിച്ച CCTV ദൃശ്യങ്ങൾ, കുട്ടിയുള്ള CCTV ദൃശ്യങ്ങൾ ലഭിച്ചതിന് ശേഷം നടത്തിയ തിരച്ചിലിൽ വ്യക്തമായ ഒരു ലീഡ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. നിലവിൽ ഈ AJ ഹോസ്പിറ്റലിൽ ആണ് ഈ പോലീസ് ഈ പരിശോധന നടത്തിക്കൊണ്ട് ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഈ ചില ആളുകളൊക്കെ, ഈ പരിസര പ്രദേശത്തുള്ള ആളുകളൊക്കെ സംശയം പ്രകടിപ്പിച്ചതിന്റെ പേരിലാണ് ഇത്തരത്തിലൊരു പരിശോധന. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള വ്യാപകമായ തെരച്ചിൽ കുട്ടിയെ കണ്ടെത്താൻ, ഈ 13 വയസ്സുകാരെ കണ്ടെത്താനുള്ള തെരച്ചിൽ നടത്തുകയാണെന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ കുട്ടിക്ക് ഈ മലയാളം അറിയില്ല എന്നുള്ളത് തന്നെയാണ്. ഈ അസമീസ് ഭാഷ മാത്രം സംസാരിക്കുന്ന ഒരു കുട്ടിയാണ് എന്നുള്ളതാണ്. അത് തന്നെ ഒരു അടയാളം കൂടിയായിട്ടാണ് പോലീസ് അതിനെ ഉപയോഗിക്കുന്നത്. അത്തരം ഒരു കാര്യം ചോദിച്ചുകൊണ്ടുകൂടിയാണ് ഈ ആളുകളോടൊക്കെ ഇത്തരത്തിലൊരു കുട്ടിയെ കണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു കാര്യം പറയുന്നത് തന്നെ. ഏതായാലും ആ തരത്തിൽ സാധ്യമായ എല്ലാ തരത്തിലുമുള്ള തെരച്ചിലുകൾ ഇവിടെ നടത്തുന്നുണ്ട്. ഈ കഴക്കൂട്ടം ജംഗ്ഷനിൽ തന്നെ, ഈ കഴക്കൂട്ടം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ തെരച്ചിലുകൾ വ്യാപിപ്പിക്കുകയാണ് എന്നുള്ളതാണ്. ഈ തുറന്നിരിക്കുന്ന സ്ഥാപനങ്ങൾ രാത്രിയിലും ഏറെ കടകളൊക്കെ ഉണ്ട്. ആ കടകളൊക്കെയും പരിശോധിക്കുന്നുണ്ട്. അവിടുത്തെ CCTVകൾ നോക്കുന്നുണ്ട്. ഈ ഒരു പ്രത്യേക ടൈമിൽ, അതായത് ഈ കുട്ടി മിസ്സായതിനു ശേഷമുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഈ അടയാളങ്ങളൊക്കെ വെച്ചുകൊണ്ട് പരിശോധിക്കുന്നുണ്ട്. ഏറ്റവും വേഗം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുമെന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന ഒരു സൂചന എന്നുള്ളതാണ്. ഏതായാലും ഈ ഭാഗത്ത്, അതായത് ഈ കഴക്കൂട്ടം ജംഗ്ഷന് സമീപമുള്ള പ്രദേശത്ത് നിന്നും കൂടുതൽ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനാണ് പോലീസിന്റെ ഒരു നീക്കം എന്നുള്ളതാണ്. അതിൽ നിന്നും എന്തെങ്കിലും ഒരു സൂചന കിട്ടും എന്നുള്ളതാണ് ഏറ്റവും പോലീസിന്റെ ഉന്നത വൃത്തങ്ങൾ അറിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഈ കുട്ടി ഉണ്ടാകാനുള്ള സാധ്യത അത് വളരെ കൂടുതലാണ്. ഈ ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയ പൊതു ഇടങ്ങളിലെല്ലാം ഇത്തരത്തിൽ പരിശോധന നടത്തുന്നുണ്ട്. പരിശോധനയിൽ ആ CCTV ദൃശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം എന്തെങ്കിലും ഒരു പ്രതീക്ഷാവഹമായ ഒരു സൂചന അത് ലഭിക്കും എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ കുട്ടി പോയ പാതയിലൂടെ, അതായത് കുട്ടി പോകാനുള്ള നേരത്തെ ലഭിച്ച CCTV ദൃശ്യങ്ങളുടെ ബാക്കി എന്നോണമാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെങ്ങോട്ടാണ് ഈ കുട്ടി പോയത് എന്നടക്കമുള്ള ആ വഴിയിലൂടെ പോലീസ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വൈകിയ വേളയിലും അത്തരത്തിൽ ഒരു സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ CCTV ദൃശ്യങ്ങളൊക്കെയാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. സമീപത്ത് കാണുന്നവരെ ഈ ചില സ്ഥാപനങ്ങളിലൊക്കെ സെക്യൂരിറ്റി ജീവനക്കാരോടും മറ്റ് കടകളിലെ ജീവനക്കാരോടുമൊക്കെ ഇത്തരത്തിൽ ചില കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു കുട്ടിയെ കണ്ടോ എന്നുള്ള കാര്യം. അതുമാത്രവുമല്ല, അത്തരത്തിലൊരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. എന്തായാലും വ്യാപകമായ തെരച്ചിൽ അത് നടത്തുകയാണ് എന്നുള്ളത് തന്നെയാണ്. അതും പ്രത്യേകിച്ചും കുട്ടിയെ കാണാതായ ഈ കഴക്കൂട്ടം ഭാഗത്ത് നിന്ന്, ഈ കഴക്കൂട്ടം ജംഗ്ഷന്റെ ഭാഗത്ത് നിന്ന് തന്നെ, ഈ പോലീസ് സ്റ്റേഷന്റെ സമീപത്തുള്ള ഇടങ്ങളിൽ നിന്ന് തന്നെ ഈ
പരിശോധന ഇപ്പോൾ നടത്തുന്നുണ്ട്. അത് മാത്രവുമല്ല പോലീസ് പല സംഘങ്ങളായി പിരിഞ്ഞ് തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരിടവും, അതായത് പൊതുവായി ലഭിക്കുന്ന അല്ലെങ്കിൽ പോകാനിടയുള്ള ഒരിടവും പോലീസ് വിട്ടുകളയുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എവിടെയൊക്കെ CCTVകളുണ്ട്, ആ CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്നതിന് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്ത് ആ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട്, രാത്രിയിൽ സഞ്ചരിച്ചുകൊണ്ട് അവരോട് ചോദിച്ചുകൊണ്ട് ഒരു സൂചന കിട്ടുന്നതിന് വേണ്ടിയിട്ട് പോലീസ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സംഘത്തെ കൂടാതെ മറ്റു പലയിടങ്ങളിലും ഈ കഴക്കൂട്ടം, ഈ കാര്യവട്ടം ഭാഗത്തും അതേപോലെ തന്നെ കൊല്ലം ഭാഗത്തും അങ്ങനെ ദേശീയപാതയുടെ ഇരുവശങ്ങളിലും ഇത്തരത്തിൽ പരിശോധനയും മറ്റു പല സംഘങ്ങളായി പിരിഞ്ഞ് പരിശോധനയും നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ പുലർച്ചയ്ക്ക് മുമ്പ് ഈ കുട്ടി പോയ ഭാഗം അല്ലെങ്കിൽ അതൊരു വ്യക്തമായ ഒരു സൂചന അത് ലഭിക്കുമെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് അല്ലെങ്കിൽ അതൊരു അന്വേഷണത്തിലേക്കാണ് പോലീസ് അത് ഊർജ്ജവഹമായി നടത്തുന്നുമുണ്ട് എന്നുള്ളതാണ്. ഈ സമീപം ഇപ്പോൾ ഈ AJ ഹോസ്പിറ്റലിന്റെ പരിസരത്തുള്ള ചില സ്ഥാപനങ്ങൾ കൂടി, അവിടുത്തെ കൂടി CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ കൂടി പോലീസ് ഒരുങ്ങുകയാണ്. ഈ AJ ഹോസ്പിറ്റലിന്റെ ഈ പോലീസ് സ്റ്റേഷന്റെ വഴി, അതായത് ഈ കൊല്ലം ഭാഗത്തേക്ക് പോകുന്ന പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ, അവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പോലീസ് നോക്കുന്നത്. ഏതായാലും ഇവിടെ ചില പ്രദേശവാസികളും പരിസരവാസികളും ഒക്കെ ഉണ്ട്. അവർ ഇത്തരത്തിൽ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത്തരത്തിൽ കുട്ടിയെ കണ്ടതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാമ്യമുള്ള ഒരു കുട്ടിയെ കണ്ടതുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇപ്പോൾ ഈ സമയത്തെ CCTV ദൃശ്യങ്ങൾ, ബൈക്കുകൾ, യാത്ര ചെയ്യുന്ന കാറുകൾ, അങ്ങനെ എല്ലായിടങ്ങളും പരിശോധിക്കുന്നുണ്ട്. എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ഇത്തരത്തിലൊരു കുട്ടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സൂചന അത് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചേട്ടാ, ഇവിടെ ഈ ഒരു 13 വയസ്സുകാരിയെ ഈ കഴക്കൂട്ട ഭാഗത്ത് നിന്ന് മിസ്സായിട്ടുണ്ട്. പോലീസ് ഊർജ്ജാവഹമായിട്ട് ഇതിങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് CCTV ദൃശ്യങ്ങളൊക്കെ. എന്തെങ്കിലും സൂചനയോ അങ്ങനെ ആരെങ്കിലും കണ്ടു? ഇല്ല, ഇവര് നല്ല പോലീസ് അറിഞ്ഞ സമയം മുതൽ ഞാൻ ഈ മിസ്സിംഗ് ആയ കുട്ടിയുടെ ഏതാണ്ട് 5 വീട്ടിൻ്റെ ഇപ്പുറത്ത് താമസിക്കുന്ന ആളാണ്. പോലീസിന് ഇൻഫോം കിട്ടിയതിന് ശേഷം അവർ നല്ല ഊർജിതമായിട്ട് ഇതുവരെ അന്വേഷണം നടക്കുകയാണ്. അവരുടെ ഭാഗത്തുനിന്ന് ഒരു കുറവും വന്നിട്ടില്ല. കമ്മീഷണറും DCPയും പൂർണ്ണമായിട്ടും ഉണ്ടായിരുന്നു. നല്ലൊരു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു അന്വേഷണമാണ് ഇതുവരെ നടക്കുന്നത്. ഈ പരിസരങ്ങളിലുള്ള എല്ലാ CCTVയും, ആ വീട്ടിൻ്റെ പരിസരം മുതൽ ഇപ്പോൾ കഴക്കൂട്ടം ജംഗ്ഷൻ വരെയുള്ള എല്ലാ CCTVയും പരിശോധന നടത്തി കുട്ടി ഏതാണ്ട് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ്റെ ഭാഗം വരെ എത്തിയതായിട്ട് CCTVയിൽ കാണുന്നത്. പക്ഷെ അതിനുശേഷം എങ്ങോട്ട് പാസ് ചെയ്യുമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ രാത്രി ഇവർ ഈ ഓരോ സ്ഥാപനങ്ങളിൽ കയറി CCTV പരീക്ഷണം നടത്തുന്നത്. ഇത്തരത്തിൽ ഇവിടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ അല്ലെങ്കിൽ ഈ കഴക്കൂട്ടം ഭാഗത്ത് തന്നെ കുട്ടി ഉണ്ടായിട്ടുണ്ടാകും എന്നുള്ളതാണ് പോലീസിന്റെ ഒരു നിഗമനം. അങ്ങനെ തന്നെ ആകുമോ? അങ്ങനെ എവിടെയെങ്കിലും നീ ഒളിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലാണ്. 13 വയസ്സായ കുട്ടി അങ്ങനെ ഈ വന്നിട്ട് 10-20 ദിവസമേ ആയിട്ടുള്ളൂ. ഈ 28-ാം തീയതിയാണ് ഈ കുട്ടിയും അതിൻ്റെ തള്ളയും എല്ലാം ഇവിടെ വരുന്നത്. അപ്പം നമ്മുടെ ലാംഗ്വേജുമായിട്ടൊന്നും ഒരു ബന്ധവും വന്നിട്ടില്ല. കൂടുതൽ പരിസരങ്ങളുമായിട്ടും വലിയ ബന്ധമൊന്നും വന്നിട്ടില്ല. പിന്നെ എവിടെയെങ്കിലും ഈ അച്ഛനമ്മമാരെ പറ്റിക്കാൻ വേണ്ടി ഒളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാരായിട്ടുള്ളതും പോലീസുകാരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരിത്. അത്തരത്തിലാണ് ഈ നാട്ടുകാരൊക്കെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. അതായത് ഈ ഇപ്പം നമ്മളോട് പ്രദേശവാസിയാണ്, ഈ കുട്ടിയെ കാണാതായ, അതായത് കുട്ടി താമസിക്കുന്ന വാടക വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആൾ കൂടിയാണ്. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു മാസം ഏതാണ്ട് 20-25 ദിവസത്തിന്, ഒരു മാസത്തിൽ താഴെയായിട്ട് മാത്രമേ ഉള്ളൂ ഈ കുട്ടിയും ഈ കുടുംബവും ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഈ മലയാളം ഭാഷ അത് അറിയില്ല, അത്ര ഇടപഴകി വരുന്നതേ ഉള്ളൂ ഈ നാട്ടുകാരുമായി അല്ലെങ്കിൽ ഈ പരിസരങ്ങളുമായി ഇട്ടൊക്കെ ഉള്ളതാണ്. അത് തന്നെയാണ് പോലീസിന്റെ ഒരു പ്രതീക്ഷാവാഹമായ കാര്യം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് അതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ, കുട്ടിക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ കഴിയില്ല എന്നൊരു നിഗമനം. അത് മാത്രമല്ല മറ്റു സാധ്യതകളും പോലീസ് തേടുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ ഈ AJ ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് ഈ പോലീസ് സ്റ്റേഷൻ ഭാഗത്തു വരെ കുട്ടി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലുള്ള CCTV ദൃശ്യങ്ങൾ വരെ പോലീസിന് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിനുശേഷമുള്ള ഈ പരിസര പ്രദേശങ്ങളിലേക്ക് CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. എവിടെയാണ് ഈ കുട്ടി എന്നുള്ള തരത്തിലുള്ള
പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഈ നോക്കുന്നത്. സമീപത്തെ എല്ലാ CCTV ദൃശ്യങ്ങളും ഈ കുട്ടിയെ അവസാനം കണ്ട ഈ AJ ഹോസ്പിറ്റലിന് സമീപമുള്ള അവസാനം കണ്ട ആ CCTV ദൃശ്യങ്ങൾക്ക് ശേഷം കുട്ടി എങ്ങോട്ടേക്ക് പോയി എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു കുട്ടി പോയ അതേ ദിശയിൽ സഞ്ചരിച്ചുകൊണ്ടാണ് പോലീസ് ഈ അന്വേഷണം നടത്തുന്നത്. അതേ ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേ ദിശയിലേക്ക് നടന്ന അവിടുത്തെ സമീപത്തെ CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ച് അവിടുത്തെ ഇപ്പോൾ ഈ സമയം 2:10 ഈ സമയത്ത് തുറന്നിരിക്കുന്ന ചില സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ആ സ്ഥാപനങ്ങളിലെ ജീവനക്കാരോടൊക്കെ ചോദിച്ച് ആ തരത്തിലുള്ള ഒരു അന്വേഷണം കൂടിയാണ് ഈ നടത്തുന്നത് എന്നുള്ളതാണ്. ഈ കഴക്കൂട്ടം ജംഗ്ഷൻ കഴക്കൂട്ടം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളൊരു അന്വേഷണമാണ് ഇപ്പോൾ നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും പുലർച്ചയ്ക്ക് മുമ്പ് പോലീസ് ഈ കുട്ടിയെ കണ്ടുപിടിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഈ പോലീസ് ഉന്നത വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂചന. ഉന്മേഷ്, ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. അഖിൽ ഷാ സർ കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. അഖിൽ ഷാ ടെലിഫോൺ ലൈനാണുള്ളത്. അഖിൽ ഷാ, ഈ പോലീസ് അന്വേഷണം ഇങ്ങനെ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. കഴക്കൂട്ട മേഖലയിലാകട്ടെ പോലീസ് കുട്ടി പോയെന്ന് കരുതുന്ന അതേ വഴികളിലൂടെ തന്നെ സഞ്ചരിച്ചുള്ള അവരുടെ പരിശോധന, തെരച്ചിൽ, കൂടുതൽ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ ശ്രമം, അതെല്ലാം തുടരുകയാണല്ലോ. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ അഖിൽ ഷാ? തുടരുകയാണ്. നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ കഴക്കൂട്ടം മുതൽ ഈ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള പല വഴികൾ അതുവഴിയുള്ള അന്വേഷണങ്ങൾ ഇവർ തുടരുകയാണ്. ഒപ്പം ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും അതും വിപുലമായി തന്നെ നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അത് കുറെ കൂടി പ്രാധാന്യത്തോടുകൂടി നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയാനുള്ളത്. അതായത് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷൻ, അതുവഴി നിരവധി ട്രെയിനുകളാണ് ദിവസവും കടന്നു പോകുന്നത്. അതിൽ ഏതിലെങ്കിലും ഈ കുട്ടി കയറിയിട്ടുണ്ടോ, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ദൃശ്യങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷനിലെ CCTVകളിൽ പതിഞ്ഞിട്ടുള്ളോ തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുക. നിലവിൽ ഇതുവരെ ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടിയുടെ ദൃശ്യങ്ങൾ എവിടെയെങ്കിലും പതിഞ്ഞിട്ടുള്ള കാര്യമായി നിലവിൽ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ഒപ്പം ഈ പറയുന്ന നമ്മൾ ഈ നേരത്തെ ഉൾപ്പെടെ കണ്ട CCTV ദൃശ്യങ്ങൾ, അതിൽ കഴക്കൂട്ട പോലീസ് സ്റ്റേഷനിലൂടെ റോഡ് മുറിച്ച് കിടക്കുന്ന പെൺകുട്ടി, ആ പെൺകുട്ടി പിന്നീട് എങ്ങോട്ടേക്കാണ് പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിലവിൽ ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ പോലീസ് നടത്തുന്നുണ്ട്. നേരത്തെ ACP ഉൾപ്പെടെയുള്ള ആളുകൾ കണ്ടപ്പോൾ പറഞ്ഞത് രാവിലെ ആകുന്നതിന് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കും, അത് വളരെ പോസിറ്റീവായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസവും പോലീസിന് ഈ ഒരു കാര്യത്തിലുണ്ട്. എന്തായാലും വിപുലമായ ഒരു അന്വേഷണം നഗരമാകെ നടക്കുന്നുണ്ട്. സിറ്റി പോലീസ് വളരെ വിപുലമായ ഒരു അന്വേഷണമാണ് നടക്കുന്നത്. പല സംഘങ്ങളായി തിരിഞ്ഞുള്ള അന്വേഷണം പല മേഖലകളിൽ നടത്തുന്നു. ഈ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ, ഒപ്പം ഈ കഴക്കൂട്ടം മുതൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള വിവിധ ഭാഗങ്ങളിൽ ഉള്ള തിരച്ചിൽ തുടങ്ങിയ പല രീതിയിലുള്ള അന്വേഷണങ്ങളുമായാണ് നിലവിൽ പോലീസ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയുന്നത് പോലെ തന്നെ ഇത്രയധികം മണിക്കൂറുകൾ കഴിഞ്ഞതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധി പോലീസ് നേരിടുന്നുണ്ട്. പ്രധാനമായും വൈകിട്ട് DCP ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യവും അത് തന്നെയാണ്. അതായത് ഈ സംഭവം നടന്നതിന് ശേഷമുള്ള നിർണായകമായ 5-6 മണിക്കൂറുകൾ അത് പോലീസിന് നഷ്ടമായി. അത്തരത്തിൽ ഇത്രയധികം മണിക്കൂറുകൾ, നിർണായകമായ മണിക്കൂറുകൾ നഷ്ടമാകുമ്പോൾ തന്നെ അത് വലിയ പ്രതിസന്ധിയായി വരും എന്നുള്ളതാണ് DCP വ്യക്തമാക്കിയത്. ആ പ്രതിസന്ധിയൊക്കെ തരണം ചെയ്തുകൊണ്ടുള്ള ഒരു അന്വേഷണം ആണ് പോലീസ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ലഭിച്ച ചില CCTV ദൃശ്യങ്ങളുണ്ട്, അത് പോലീസിനെ പരമാവധി സഹായിച്ചിട്ടുണ്ട്. കാര്യം കുട്ടി ഏത് ദിശയിലേക്കാണ് പോയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായി കണ്ടെത്താൻ ഉള്ളൊരു പ്രാഥമികമായ ഒരു തെളിവായി പോലീസിന് അത് ലഭിച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ ചില ദൃശ്യങ്ങളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്, ചില CCTV ദൃശ്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്, വ്യക്തമായ ചില ദൃശ്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ അതിൽ ഇതുവരെ ഒരു വ്യക്തത പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഏത് തരത്തിലുള്ള ദൃശ്യമാണ് ലഭിച്ചത്, ഏതെങ്കിലും തരത്തിൽ കുട്ടിയിലേക്ക് എത്താൻ കഴിയുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ എവിടെ നിന്നെങ്കിലും കിട്ടിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊന്നും പോലീസ് ഇതുവരെ വ്യക്തമാക്കുന്നില്ല. നേരത്തെ ACP ഉൾപ്പെടെയുള്ള ആളുകൾ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇത്തരത്തിൽ കുറെ കൂടി വ്യക്തത വരുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കാം എന്നുള്ള കാര്യമാണ്. എന്തായാലും വിപുലമായ ഒരു അന്വേഷണം നഗരത്തിനകത്തും പുറത്തുമായി പോലീസ് നടത്തുന്നുണ്ട്. സംസ്ഥാനത്തെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലൊക്കെ ഇതുമായി അഖിൽ ഷാ അൻസാറാണ് വിവരങ്ങൾ നൽകിയത്. ഇനിയും VA ഗിരീഷിലേക്കാണ്. ഗിരീഷ്, ഈ കഴക്കൂട്ടം കേന്ദ്രീകരിച്ച് ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണല്ലോ അല്ലേ? ഉന്മേഷ്, ഈ കഴക്കൂട്ടം കേന്ദ്രീകരിച്ച് ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. നേരത്തെ തന്നെ ഈ കുട്ടിയെ കാണാതായി
എന്നത് രാവിലെയാണ്. പക്ഷേ പോലീസിൽ അറിയിക്കുന്നത് നേരത്തെ അഖിൽഷ പറഞ്ഞ പോലെ വൈകുന്നേരം 4 മണിയോടുകൂടിയാണ്. ഇതിനിടയ്ക്കുള്ള ഒരു സമയം, ഈ ഒരു സമയം കുട്ടി ഉച്ചയോടുകൂടി തന്നെ കുട്ടിയും മാതാപിതാക്കളും താമസിക്കുന്ന ഈ പ്രദേശത്ത് നാട്ടുകാർ ഉൾപ്പെടെ ഈ വിവരം അറിയുകയും തിരച്ചിൽ തുടങ്ങുകയുമൊക്കെ ചെയ്തിരുന്നു. ആ നാട്ടുകാർ തന്നെയാണ് ഇപ്പോൾ പോലീസുമായി ചേർന്നിട്ട് തിരച്ചിലിന് സഹായിക്കുന്നത്. ഇപ്പോൾ ഏതായാലും ഈ വഴിയിലുള്ള എല്ലാ CCTV ക്യാമറകളും പോലീസ് പരിശോധിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് കഴക്കൂട്ടത്ത് AJ ഹോസ്പിറ്റലിലുള്ള CCTV ക്യാമറകൾ. ഇവിടെ പല ദിശയിൽ ഈ CCTV ക്യാമറകളുണ്ട്. ഈ CCTV ക്യാമറകൾ പരിശോധിക്കുന്നതിന് വേണ്ടി പോലീസ് എത്തിയത്. അവർ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ടെക്നീഷ്യൻ എത്തും. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഹോസ്പിറ്റൽ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും പോലീസ് മറ്റു ഭാഗങ്ങളിലേക്കും തിരിച്ച് ഈ പരിശോധന നടത്തുന്നുണ്ട്. ഈ കഴക്കൂട്ടത്തെ ഈ കുട്ടി താമസിക്കുന്ന ബ്ലോക്ക് ഓഫീസിന് സമീപമുള്ള മറ്റ് CCTV ദൃശ്യങ്ങൾ, ഏതെങ്കിലും കടകളുടെയോ വീടുകളുടെയോ ഒക്കെ CCTV ദൃശ്യങ്ങളുണ്ടോ എന്നുള്ള പരിശോധന പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. മാത്രമല്ല, കുട്ടി പോകാൻ സാധ്യതയുള്ള ദിശകളിലേക്ക് പോലീസിന്റെ അന്വേഷണം വ്യാപിപ്പിക്കുന്നു. ഇവിടെയും CCTV ദൃശ്യങ്ങൾ തന്നെയാണ് പോലീസ് പ്രധാനമായും ആശ്രയിക്കുന്നത്. രാവിലെ ലഭിച്ച ഈ 3 ദൃശ്യങ്ങളല്ലാതെ പോലീസിന്റെ കയ്യിൽ മറ്റ് ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് ഒരു ചെറിയ ആശയക്കുഴപ്പത്തിലാണ്. കാരണം ഏത് ദിശയിലേക്കായിരിക്കാം കുട്ടി സഞ്ചരിച്ചിട്ടുള്ളത് എന്നുള്ളത്. കാരണം നമുക്കറിയാം, തിരുവനന്തപുരത്ത് കഴക്കൂട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിരവധി ഇടറോഡുകളുണ്ട്. ഈ കഴക്കൂട്ടം ബൈപ്പാസിലേക്കും അതിനുശേഷം MG റോഡിലേക്കും ഒക്കെ ചേരുന്ന ഭാഗം, അതിനുശേഷമുള്ള നിരവധി ഇടറോഡുകൾ, ഈ ഭാഗങ്ങളിലൊക്കെ ഒരു വിശദമായ പരിശോധന പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പോലീസ് അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും രാത്രി പോലീസ് പറയുന്നത് 13 വയസ്സുള്ള ഒരു കുട്ടിയാണ്. സ്വാഭാവികമായും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകില്ല, ക്ഷീണമുണ്ടാകും, എവിടെയെങ്കിലും ഒരുപക്ഷെ ചാരിയിരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തോ ഉറങ്ങുന്നുണ്ടാകാം. ഈ സാധ്യതകളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓരോ ഭാഗം കടമുറിയും അതോടൊപ്പം തന്നെ ഈ നിർമ്മാണം നടക്കുന്ന കെട്ടിടങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പോലീസിന്റെ പരിശോധന ഇപ്പോൾ വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നഗരത്തിൽ എല്ലായിടത്തേക്കും ഈ പരിശോധന ഇപ്പോൾ വ്യാപിപ്പിച്ചു കഴിഞ്ഞു. കഴക്കൂട്ടം മാത്രമല്ല, നേരത്തെ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധനയെങ്കിൽ ഇപ്പോൾ അത് റോഡുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം ബസ് സ്റ്റാൻഡ്, മെഡിക്കൽ കോളേജ് തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ പോലീസിന്റെ പരിശോധന നടക്കുന്നു. ആളുകൾ കൂടാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ ഒരുപക്ഷെ ഈ കുട്ടി എത്തിയേക്കാം. പ്രത്യേകിച്ച് ഭാഷ അറിയില്ല, അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ വഴികൾ അറിയില്ല. ഇതെല്ലാം തന്നെ കുട്ടിയെ ഒരു പരിഭ്രാന്തിയിലേക്ക് എത്തിച്ചിരിക്കാം എന്നുള്ളൊരു കണക്കുകൂട്ടൽ പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതലായി തിങ്ങിക്കൂടുന്ന സ്ഥലങ്ങളിലേക്ക് ഒരുപക്ഷെ ഈ കുട്ടി എത്തിയേക്കാം എന്നൊരു സംശയവും പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ, ഈ ഭാഗങ്ങളിലെല്ലാം തന്നെയുള്ള ഒരു പരിശോധനയ്ക്ക് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതും ഈ പരിശോധന തുടങ്ങിയിരിക്കുന്നത്. ഏതായാലും നഗരത്തിലെ എല്ലാ പ്രദേശങ്ങളും, അത് ദേശീയപാത ഉൾപ്പെടെ MG റോഡ് ഉൾപ്പെടെ ഇവിടെ നിന്ന് കോവളത്തേക്കുള്ള ബൈപ്പാസ് ഉൾപ്പെടെ എല്ലായിടത്തും തന്നെ പോലീസിന്റെ വിവിധ സംഘങ്ങൾ ചേർന്നുള്ള പരിശോധന നടത്തുന്നു. ഏറ്റവും പ്രധാനമായി പോലീസ് ആശ്രയിക്കുന്നത് CCTV ദൃശ്യങ്ങൾ തന്നെയാണ്. ഈ CCTV ദൃശ്യങ്ങൾ എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും തരത്തിൽ ലീഡ് ചെയ്യുന്ന ഒരു ദൃശ്യം കിട്ടിക്കഴിഞ്ഞാൽ കുട്ടിയെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് എന്നുള്ളത് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഇതിനകത്തൊരു സംശയമുണ്ടായിരുന്നത്, നേരത്തെ എല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ വൈകുന്നേരം തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന അർണോയ് എക്സ്പ്രസിൽ ഈ കുട്ടി കയറിയിട്ടുണ്ടാകാം. കാരണം മിഡിൽ ഈസ്റ്റിലേക്ക് പോകാൻ ഉള്ള ഏക വണ്ടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടി ഒരുപക്ഷെ ഇതിനകത്തേക്ക് കയറിയിട്ടുണ്ടാകാം, ട്രെയിൻ അറിയാം എന്നുള്ളതൊരു തരത്തിൽ ഇതിനകത്തേക്ക് കയറിയിട്ടുണ്ടാകാം എന്നുള്ളതായിരുന്നു. പക്ഷേ അതിൽ കുട്ടിയില്ല എന്ന് ഉറപ്പായതോടുകൂടി മറ്റ് സ്ഥലങ്ങളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കാൻ തന്നെ പോലീസ് തീരുമാനിച്ചിരിക്കുന്നു. കുട്ടി തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട് എന്ന ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ പരിശോധന തിരുവനന്തപുരം നഗരത്തിൽ ഒന്നാകെ വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. നേരത്തെ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെത്തിയ കമ്മീഷണർ സ്പർജൻ കുമാർ ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ഇതിനുള്ള നിർദ്ദേശവും നൽകി കഴിഞ്ഞു. രാവിലെയോടുകൂടി തന്നെ കുട്ടിയെ ഏതായാലും കണ്ടെത്തണം എന്ന ഒരു കർശന നിർദ്ദേശം തന്നെയാണ് പോലീസ് വിവിധ സ്റ്റേഷനുകളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ കമ്മീഷണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതനുസരിച്ചുള്ള പരിശോധനകൾ ഓരോ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുമുള്ള വിവിധ പ്രദേശങ്ങൾ, അത് നാട്ടുകാരുടെ കൂടി സഹായത്തോടു കൂടി ഇത്തരത്തിലുള്ള പരിശോധനകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഉന്മേഷ്, ഗിരീഷ്, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യം ആ ട്രെയിനിൽ കുട്ടിയുണ്ടോ എന്നുള്ള തരത്തിലൊരു സംശയം ഉയർന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് ആ ട്രെയിൻ എത്തിയപ്പോൾ പരിശോധന നടത്തി. അല്പസമയം മുൻപ് നിഖിൽ പ്രമേഷ് അറിയിച്ചത് ആ ഉദ്യോഗസ്ഥ സംഘം കോയമ്പത്തൂർ വരെ ആ ട്രെയിനിൽ ഉണ്ടായിരുന്നു. അവർ ട്രെയിനിൽ പരിശോധന നടത്തി, പക്ഷേ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ വിവരം കൂടി ഇപ്പോൾ കഴക്കൂട്ടത്തേക്ക് എത്തിയിട്ടുണ്ടാകുമല്ലോ. സ്വാഭാവികമായും ഇനിയുള്ള സാധ്യതകൾ പോലീസ് തേടുമ്പോൾ അവർ മുൻഗണന നൽകുന്നത് എന്തിനൊക്കെ ആയിരിക്കും ഗിരീഷ്?
ഉന്മേഷ്, ഇത് തന്നെയാണ് തിരുവനന്തപുരം നഗരത്തിൽ പരിശോധന വ്യാപകമാക്കാൻ പോലീസിനെ പ്രേരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകം. കാരണം ഈ അർണോയ് എക്സ്പ്രസിൽ അതാണ് പോലീസിന് ആകെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു കാര്യം. കാരണം ഈ ട്രെയിനിൽ കുട്ടി കയറിയിട്ടുണ്ടാകാം, അങ്ങനെയെങ്കിൽ അത് ഇപ്പോൾ യാത്രയിലായിരിക്കാം. ഈ ഒരു സാഹചര്യത്തിലാണ് പാലക്കാട് ട്രെയിൻ പരിശോധിക്കാനൊക്കെ പോലീസ് തയ്യാറായതും പരിശോധിച്ചതും പിന്നീട് കോയമ്പത്തൂർ വരെയുള്ള യാത്രയിൽ വിവിധ ബോഗികൾ പരിശോധിച്ചതുമെല്ലാം. പക്ഷേ കുട്ടി ഇതിനകത്ത് ഇല്ല എന്ന് ബോധ്യമായതോടുകൂടി കുട്ടി ഏതായാലും വഴിയിലെങ്ങും ഇറങ്ങില്ല, മറ്റ് സ്റ്റേഷനുകളിൽ ഇറങ്ങില്ല. കാരണം അത്തരത്തിലൊരു പക്വതയോ അല്ലെങ്കിൽ മുതിർന്ന ഒരു കുട്ടിയോ അല്ല, കേവലം 13 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടി മറ്റെങ്ങും ഇറങ്ങാനുള്ളൊരു സാധ്യതയില്ല. പ്രത്യേകിച്ച് വീട്ടിൽ നിന്ന് ഈ അമ്മ ശകാരിച്ചതിൻ്റെ പേരിൽ ആ ഒരു വിഷമത്തിൽ ഇറങ്ങിപ്പോയതാണ്. അതുകൊണ്ട് മാത്രമല്ല വസ്ത്രങ്ങൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നാട്ടിലേക്കുള്ള യാത്ര തന്നെയാണ് എന്നുള്ളതാണ് പോലീസ് നേരത്തെ ഉറപ്പിച്ചിരുന്നത്. പക്ഷേ ആ ട്രെയിനിൽ ഇല്ല എന്നറിഞ്ഞോടുകൂടി കുട്ടി തിരുവനന്തപുരത്തുണ്ടാകും എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേരുകയായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ നടത്താൻ പോലീസ് തീരുമാനിച്ചതും ഇപ്പോൾ പരിശോധന തുടങ്ങിയതും. റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ ഏണ്ട 6 മണി കഴിഞ്ഞപ്പോൾ തന്നെ പോലീസ് ഇത് സംബന്ധിച്ച അലർട്ടുകൾ നൽകിയിരുന്നു. ഏതെങ്കിലും ഇത്തരത്തിലുള്ള കുട്ടിയുടെ ഫോട്ടോ സഹിതം നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ റെയിൽവേ പോലീസിന് ഉൾപ്പെടെ നൽകിയത്. ഏതെങ്കിലും തരത്തിൽ കുട്ടി ഇതുമായി സംശയിക്കുന്ന കുട്ടികൾ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണമെന്നുള്ള നിർദ്ദേശമായിരുന്നു. ഇതനുസരിച്ച് റെയിൽവേ സ്റ്റേഷനും നമുക്ക് അറിയാവുന്ന പോലെ ഏതാണ്ട് ഒരു റോഡ് അപ്പുറവുമാണ് തിരുവനന്തപുരത്തെ റെയിൽവേ സ്റ്റേഷനും അതോടൊപ്പം തന്നെ സെൻട്രൽ ബസ് സ്റ്റാൻഡുമെല്ലാം. ഇതിനുശേഷം ബസ് സ്റ്റാൻഡിൽ പരിശോധന നടത്തുന്നു, വിവിധ ഇടങ്ങളിലായി ഈ പരിശോധന നടത്തുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ കുട്ടി എന്നാലും ഒറ്റപ്പെട്ടിരിക്കാനുള്ള ഒരു സാധ്യത വളരെ കുറവായതുകൊണ്ട് തന്നെ ആളുകൾ കൂടുന്നില്ലെങ്കിൽ പ്രത്യേക പരിശോധന വേണം എന്ന പോലീസിനോട് പ്രത്യേക നിർദ്ദേശവും നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം നേരത്തെ അഖിൽഷായും ഹരികൃഷ്ണനും ഒക്കെ സൂചിപ്പിച്ച പോലെ നിർണായകമായ ചില മണിക്കൂറുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ അതിന് പകരമായി ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ലീഡ് ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ്. അതനുസരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടി സഞ്ചരിക്കാൻ സാധ്യതയുള്ള 2 ദിശകളിൽ ഈ ദിശകളിലേക്ക് ഏതൊക്കെ തരത്തിലുള്ള CCTVകൾ സ്ഥാപിച്ചിട്ടുണ്ട്, ഈ CCTV ദൃശ്യങ്ങൾ പരമാവധി കളക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ 2 മണി സമയം കഴിയുമ്പോഴും പോലീസിന് മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ഇതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ AJ ഹോസ്പിറ്റലിലും അതോടൊപ്പം ഈ റോഡ് സൈഡിലുള്ള വിവിധ സ്ഥാപനങ്ങളിലുമൊക്കെ തന്നെ പോലീസ് ഇപ്പോൾ ഈ പരിശോധന നടത്തുകയും ഉടമസ്ഥരെ വിളിച്ചുണർത്തിക്കൊണ്ട് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനുള്ള നടപടികളിലേക്ക് നീങ്ങിയത്. ഇതിനുശേഷം മാത്രമേ കുട്ടി ഏതെങ്കിലും ബൈ റൂട്ടുകളിലേക്കോ ഏതെങ്കിലും ഇടവഴികളിലേക്കോ ഒക്കെ നീങ്ങിയിട്ടുണ്ടോ എന്ന പരിശോധനയിലേക്ക് പോലീസിന് കടക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ ഇക്കാര്യത്തിൽ ഒരു നിർണായക ഘടകവുമാണ്. ഉന്മേഷ്, വി എ ഗിരീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ അതിഥി തൊഴിലാളിയുടെ 13 വയസ്സുകാരിയായ മകൾക്കായി ഇപ്പോൾ പോലീസിന്റെ വ്യാപക തെരച്ചിൽ. തിരുവനന്തപുരത്ത് നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപക തെരച്ചിൽ പുരോഗമിക്കുകയാണ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസിന്റെ പരിശോധന. പോലീസിന് ഏറ്റവും ഒടുവിൽ ലഭിച്ച CCTV ദൃശ്യങ്ങൾ ഇന്ന് രാവിലെ 10:43 അതനുസരിച്ച് കുട്ടി കഴക്കൂട്ടത്ത് പോലീസ് സ്റ്റേഷന് സമീപത്ത് എത്തിയിട്ടുണ്ട്. അതിന് സമീപത്തുള്ള ഒരു കടയുടെ CCTV ദൃശ്യങ്ങളിൽ കുട്ടി സഞ്ചരിക്കുന്നതായി കാണാം. അവിടെ നിന്ന് കുട്ടി എവിടേക്ക് പോയി എന്നുള്ള തിരച്ചിലാണ്, പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും കുട്ടിക്ക് ആ മേഖല അത്ര പരിചയമുള്ളതല്ല. അസമിൽ നിന്ന് അധികം നാളായിട്ടില്ല കുട്ടി അവിടെ എത്തിയിട്ട്. അത് മാത്രമല്ല, കുട്ടിക്ക് മറ്റു ഭാഷകൾ സംസാരിക്കാൻ അറിഞ്ഞുകൂടാ, മലയാളത്തിലും കുട്ടിക്ക് പ്രാവീണ്യമില്ല. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് എന്തെങ്കിലും വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അധിക ദൂരം പോകാനുള്ള സാധ്യതയുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. നേരത്തെ അസമിലേക്ക് തിരിച്ച ഒരു ട്രെയിനിൽ കുട്ടി ഉള്ളതായി ചില റിപ്പോർട്ടുകളൊക്കെ വന്നതാണ്. പക്ഷേ പിന്നീട് ഇല്ല എന്നുള്ള സ്ഥിരീകരണം കൂടി വന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നഗരത്തിലേക്ക് പോലീസ് ഈ തിരച്ചിൽ അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. പോലീസിന് വൈകിട്ട് 4 മണിക്കാണ് ഈ കുട്ടിയെ കാണാനില്ല എന്നുള്ള പരാതി കിട്ടുന്നത്. 4:30 FIR ഇട്ട് അന്വേഷണം തുടങ്ങി എന്ന് DCP മാധ്യമങ്ങളോട് വിശദീകരിക്കുകയുണ്ടായി. ഊർജിതമായി തന്നെ പോലീസ് ഈ കുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമം ആ സമയം മുതൽ തുടങ്ങിയതാണ്. പക്ഷേ ഇതുവരെ ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ല. പക്ഷേ കുറേ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് കുട്ടി എവിടെ വരെ എത്തി, എവിടെ വരെ സഞ്ചരിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് കുറേ വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. നാട്ടുകാരൊക്കെ പോലീസിനെ ഇക്കാര്യത്തിൽ സഹായിക്കുന്നുണ്ട്. ഏതായാലും നാട്ടുകാരൊക്കെ പറയുന്നു പോലീസ് സജീവമായി തന്നെ 4:30 5 മണിയോടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ നേരിട്ടെത്തി വിവരശേഖരണമൊക്കെ നടത്തിയതാണ് കുട്ടിയുടെ മാതാപിതാക്കളിൽ നിന്ന്. ഈ ആദ്യം കിട്ടിയ CCTV ദൃശ്യങ്ങൾ കുട്ടിയുടെ മാതാപിതാക്കളെ കാണിച്ച ശേഷമാണ് അത്
കുട്ടി തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്തത്. ഏതായാലും ഇപ്പോൾ പ്രധാനപ്പെട്ട 3 CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടക്കുന്നത്. കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന് സമീപത്ത് വരെ കുട്ടി എത്തിയതായി വിവരമുണ്ട്. 10:43 രാവിലെ 10:43 കിട്ടിയ 10:43 കുട്ടി അവിടെ എത്തിയത്. ആ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഹരികൃഷ്ണൻ തുടരുന്നുണ്ട്. ഹരികൃഷ്ണൻ, പുതിയ വിവരങ്ങളുണ്ടോ? ഉന്മേഷ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് നേരത്തെ ഈ AJ ഹോസ്പിറ്റൽ, അതായത് ഈ AJ ഹോസ്പിറ്റലിന്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നിടത്താണ്. പോലീസ് അവിടേക്ക് ആ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന്റെ സമീപത്താണ് ഈ AJ ഹോസ്പിറ്റൽ ഉള്ളത്. ഇവിടെ വരെയാണ് കുട്ടി രാവിലെ 10:43 ഇവിടെ വരെ ഉള്ള ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അതിനുശേഷമുള്ള ചില ദൃശ്യങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതെങ്ങോട്ടേക്കാണ് കുട്ടി പോയത് എന്നുള്ളതിൽ പോലീസിനൊരു വ്യക്തത വരേണ്ടതുണ്ട്. അതിന് ഇവിടുത്തെ CCTV ദൃശ്യങ്ങൾ നിർണായകമാകും എന്നുള്ളതാണ് പോലീസിന്റെ ഒരു കണക്കുകൂട്ടൽ എന്ന് പറയുന്നത്. അത് ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോലീസ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കഴക്കൂട്ടം കേന്ദ്രീകരിച്ച് തന്നെയാണ് ഏറ്റവും അന്വേഷണം നടക്കുന്നത് എന്നുള്ളതാണ്. തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗങ്ങളിലായിട്ട് പോലീസ് പരിശോധിക്കുന്നുണ്ട്, CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഈ ശേഖരിക്കുന്ന എല്ലാ CCTV ദൃശ്യങ്ങളും അത് ഒത്തുനോക്കുന്നുണ്ട്. ഈ കുട്ടി സഞ്ചരിച്ച ദിശ അത് കൃത്യമായി ലഭിച്ചെങ്കിൽ മാത്രമേ അതിലേക്ക് ഒരു ലീഡ്, ഈ കുട്ടി എങ്ങോട്ടേക്കാണ് പോയത് എന്നതിലുള്ള ഒരു ലീഡ് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഇവർ ശേഖരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ AJ ഹോസ്പിറ്റലിന്റെ ഈ ബാക്കിലുള്ള CCTV ദൃശ്യങ്ങളാണ് എന്നുള്ളതാണ്. അതായത് നേരത്തെ ഈ പോലീസ് സ്റ്റേഷന്റെ സമീപത്ത് നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങളുടെ തുടർച്ച എന്നോണമുള്ള ബാക്കി ദൃശ്യങ്ങൾ അത് എവിടെയാണ്, അതിൽ കുട്ടി ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നത് എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ സമാന്തരമായി ഈ കഴക്കൂട്ടം ജംഗ്ഷനിൽ മറ്റു പല പരിശോധനകളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ യാത്ര ചെയ്യുന്ന യാത്രികരുടെ പക്കലൊക്കെ പരിശോധന നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ വൈകിയ വേളയിലും അത്തരത്തിലൊരു പരിശോധന നടക്കുന്നുണ്ട്. ഈ കഴക്കൂട്ടം ജംഗ്ഷനിലും പോലീസ് സ്റ്റേഷന്റെ സമീപത്തുമൊക്കെ അത്തരത്തിൽ പരിശോധന നടത്തുന്നുണ്ട്. അത് മാത്രമല്ല ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 3 റെയിൽവേ സ്റ്റേഷനുകൾ, പേട്ട, കൊച്ചുവേളി, തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനുകൾ, അവിടെ ഈ RPF-നെ ഉപയോഗിച്ചുള്ള ഒരു പരിശോധന കൂടി നടത്തുന്നുണ്ട്. ഈ കുട്ടിയുടെ ചിത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ചിത്രം കാണിച്ചുകൊണ്ടുള്ളൊരു പരിശോധന അത് യാത്രക്കാരോട് മറ്റും ചോദിക്കുന്നുണ്ട്. ആ തരത്തിലുള്ള ഒരു പരിശോധന കൂടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മലയാളം ഭാഷ അറിയാത്തൊരു കുട്ടിയാണ് എന്നുള്ളതാണ്. മറ്റു ഭാഷകൾ അറിയില്ല, അസമീസ് ഭാഷ മാത്രമാണ് ഈ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ കുട്ടി. അതുകൊണ്ട് തന്നെ അധികം ദൂരേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ മുമ്പിലുള്ള ഒരു പിടിവള്ളി എന്ന് പറയുന്നത്. അതനുസരിച്ചിട്ടുള്ളൊരു അന്വേഷണം അല്ലെങ്കിൽ അതനുസരിച്ചിട്ടുള്ളൊരു വിവരശേഖരണമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത് എന്നുള്ളതാണ്. പക്ഷെ അതിൽ ഈ CCTV ദൃശ്യങ്ങൾ വളരെ നിർണായകമാണ്. ഇപ്പോൾ ശേഖരിക്കുന്ന CCTV ദൃശ്യങ്ങളിൽ കുട്ടി എങ്ങോട്ടേക്കാണ്, ഏത് ദിശയിലേക്കാണ് പോയത് എന്നുള്ളതിൽ കൃത്യമായ ഒരു സൂചന ലഭിക്കുമെന്നുള്ളതാണ് പോലീസിന് മുമ്പിൽ പ്രതീക്ഷാവാഹമായ ഒരു കാര്യം. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ ആ ദിശയിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് മറ്റ് CCTV ദൃശ്യങ്ങളും അവിടെയുള്ള വിവരശേഖരണം കൂടി നടത്തിയതിനു ശേഷം കുട്ടി എങ്ങോട്ടേക്കാണ് പോയതെന്ന് കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് പോലീസിന്റെ മുന്നിലുള്ളൊരു വഴി എന്ന് പറയുന്നത്. ആ രീതിയിൽ ഈ സമീപ പ്രദേശങ്ങളിലെല്ലാം സാധ്യമായ ഇപ്പോൾ ലഭിക്കുന്ന ഈ സമയത്ത് ലഭിക്കുന്ന ഈ പാതിരാത്രി ഈ സമയത്ത് ലഭിക്കുന്ന എല്ലാ CCTV ദൃശ്യങ്ങളും ശേഖരിക്കുന്നതിനുള്ള എല്ലാ മാർഗങ്ങളും പോലീസ് തേടുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ആ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസ് ഇതിനകത്തേക്ക്, ഈ ഹോസ്പിറ്റലിനകത്തേക്ക് നമുക്ക് പ്രായോഗികമായി കയറാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. ആശുപത്രിക്ക് അകത്തേക്ക് കയറി ഈ CCTV ദൃശ്യങ്ങൾ നോക്കുന്നുണ്ട്, അത് പരിശോധിക്കുന്നുണ്ട്. അതിൽ ഇത്തരം ഒരു കുട്ടി ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലൊരു ഈ രൂപസാദൃശ്യമുള്ള ഒരു കുട്ടിയെ കാണുകയാണെങ്കിൽ ആ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച ഈ മാതാപിതാക്കളും മറ്റ് ഉന്നത ആളുകളുമൊക്കെ ഇത് കണ്ട് വിലയിരുത്തിയതിനു ശേഷം ഈ കുട്ടി ഏത് ദിശയിലേക്കാണ് പോയതെന്ന് നോക്കുന്നു. അതിനുശേഷമായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുക എന്നുള്ളതാണ്. ഏതായാലും ഇവിടെ നിന്ന് ലഭിക്കുന്ന ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങളിൽ കുട്ടിയുണ്ടെങ്കിൽ അത് നിർണായകമാകും എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ പക്കലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതിനുശേഷമായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക്, എങ്ങോട്ടേക്കാണ് പോയതെന്നുള്ള അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നത്. ഏതായാലും ബസ് സ്റ്റാൻഡുകൾ, അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകൾ, ഓട്ടോ സ്റ്റാൻഡുകൾ, അത്തരത്തിൽ പൊതു ഇടങ്ങളിലെല്ലാം, സാധ്യമായ ഇടങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള പരിശോധന നടക്കുന്നുണ്ട്. പല സംഘങ്ങളായി നടത്തിയുള്ള പരിശോധന നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ മറ്റ് സാധ്യമായ വഴികളെല്ലാം, ഈ കുട്ടിയെ കണ്ടെത്താനുള്ള സാധ്യമായ വഴികളെല്ലാം നടത്തുന്നുണ്ട്. അപ്പോഴും പോലീസ് നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് പുലർച്ചയ്ക്ക് മുമ്പ് ഈ കുട്ടി എവിടെയാണ് എന്നതിൽ കൃത്യമായ ഒരു സൂചന അത് ലഭിക്കും എന്നുള്ളതാണ്. അതിൽ നിന്ന് നമ്മൾ
നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസിന് എവിടെയോ ഏതോ ഒരു രീതിയിൽ ഈ കുട്ടി എവിടെയുണ്ടെന്നുള്ളതിൽ ചെറിയ കൃത്യമായ കാര്യങ്ങൾ അല്ലെങ്കിൽ പോലും ചെറിയ സൂചനകളൊക്കെ കിട്ടിയിട്ടുണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ ഇത് എങ്ങോട്ടേക്കാണ്, ദിശ ഏതാണ് എന്നുള്ളതാണ് ചിലപ്പോൾ ഒരുപക്ഷെ പോലീസിനെ കുഴക്കുന്ന ഒരു കാര്യം എന്നുള്ളതാണ്. അതിന് CCTV ദൃശ്യങ്ങൾ നിർണായകമാണ്. അങ്ങനെ മറ്റു വഴികളും തേടുന്നതിനോടൊപ്പം തന്നെ ഈ ദൃശ്യങ്ങളുടെ കൂടി സഹായത്തോടു കൂടിയുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. ഉന്മേഷ്. ഹരികൃഷ്ണനാണ് കഴക്കൂട്ടത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.